മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചെത്തുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും വളരെ കാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന് ഉപയോഗിക്കാൻ തക്ക രീതിയിൽ പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതിനൊരു പ്രത്യേക രീതിയിൽ ഒരു ടിപ്പും ചെയ്യുന്നുണ്ട്, കേടാകാതിരിക്കുന്നതിന് വേണ്ടി. പലരും ഈ ചെത്തുമാങ്ങ അച്ചാർ ഉണ്ടാക്കുമായിരിക്കും, പക്ഷേ ഞാനിതൊരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ രീതിയിൽ ഒരു തവണ ചെയ്താൽ പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുള്ളൂ. അത്രയ്ക്ക് രുചിയുമാണ്, കേടും ആവത്തില്ല. എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. പിന്നെ ആദ്യമായിട്ട് പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്കും അറിയാൻ പാടില്ലാത്തവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒരു തവണയെങ്കിലും ഈ മാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം മക്കളെ. പിന്നെ ഇങ്ങനെ നമ്മൾ ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കുകയുള്ളൂ. അതിന് 1 കിലോ മാങ്ങയാണ്, നല്ല നാടൻ മാങ്ങ, നല്ല മാംസത്തിന് കട്ടിയുള്ള മാങ്ങയാണ്. ഇത് നന്നായിട്ട് കഴുകി നല്ല പോലെ തുടച്ച് വെള്ളമായോ ഒട്ടുമില്ലെന്ന് ഉറപ്പ് വരുത്തി നമ്മുടെ പാത്രത്തിലും കയ്യിലും പിച്ചാത്തിക്കും ഒന്നും വെള്ളമായോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തി വേണം ഇത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ അധികം വിളയാത്ത മാങ്ങയും എന്നാൽ അധികം പൊട്ടല്ലാത്തതും നല്ല മാങ്ങയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുഖഭാഗം നാട്ട് ഇതേ രീതിയിൽ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മളിത് ചെത്തി എടുക്കുന്നത്. ചെത്തി എടുക്കുന്നതിനാണ് ചെത്തുമാങ്ങ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെവിട് ഭാഗം നമ്മൾ ആദ്യം ചെത്തും, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഇതിനെ മാങ്ങാണ്ടിയോട് ചേർന്ന് തന്നെ ചെത്തി എടുക്കും. ഈ മാങ്ങയ്ക്ക് നല്ല മാംസം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ആര് വളരെ കുറവായിരിക്കും. മൂവാണ്ടൻ മാങ്ങയൊക്കെ ചെത്തുമാങ്ങ ഉണ്ടാക്കാൻ എടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇതേ രീതിയിൽ കട്ടിയുള്ള മാങ്ങയാണ് നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ മാങ്ങാണ്ടിയോട് ചേർന്ന് തന്നെ നമ്മൾ ചെത്തി ഇഞ്ഞെടുക്കും. അപ്പോഴും ഇതിന് നാര് ഇല്ല. അപ്പോൾ ഇതിന് വെള്ളമയവും കുറവാണ്. ഈ കട്ടിയുള്ള മാംസം ഉള്ളതുകൊണ്ട് ഇതിന് വെള്ളവും വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരം മാങ്ങയാണ് ഏറ്റവും നല്ലത്, ഈ ചെത്തുമാങ്ങ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിങ്ങനെ ചെത്തി ഇങ്ങെടുക്കും. എന്നിട്ടെല്ലാം നമ്മളിങ്ങനെ ചെത്തിയെടുക്കും. കണ്ടില്ലേ, അതിൻ്റെ ആ മാങ്ങാണ്ടിയിലൊരു ശകലം പോലും അതിൻ്റെ ആരില്ല. അതേ രീതിയിൽ നമ്മൾ അവിടെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കിലോ തൂക്കം കണക്കാക്കിയുണ്ട് ഇത് കേട്ടോ. ഇതിന് നമുക്ക് ഒരു ദിവസം ഉപ്പിനകത്ത് ഇട്ട് വെച്ചേക്കണം. ഞാൻ അതിനൊരു 2.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 കിലോ മാങ്ങയ്ക്ക് 2.5 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇടാനായിട്ടൊരു കാസറോളാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതാകുമ്പോൾ നല്ലതുപോലെ നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിച്ച് വെക്കാമല്ലോ എന്നോർത്താണേ. അപ്പോൾ നമ്മൾ കാസറോളിനകത്ത് ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് മാങ്ങ ഇട്ടിട്ട് വീണ്ടും ഉപ്പിട്ടിട്ട് അങ്ങനെ ലെയറായിട്ടാണ് നമ്മളിത് ഇട്ട് വെക്കുന്നത്. കാരണം ടോപ്പിൽ മേളിൽ നമ്മൾ കൂടുതൽ ഉപ്പ് വിതറും. കൂടുതലെന്ന് വെച്ചാൽ 2.5 ടേബിൾ സ്പൂണേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 3 ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ഇട്ടിട്ട് ടോപ്പിൽ ഒന്നുകൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിടും. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം മേളിൽ നിന്ന് ഈ ഉപ്പ് ഉരുകി താഴോട്ട് വന്നപ്പോൾ എല്ലായിടവും ഉപ്പ് കിട്ടും. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കുടഞ്ഞായിരുന്നു. കുടയുമ്പം നമ്മൾ ഇതിൻ്റെ മേളിലുള്ള ഉപ്പെല്ലാം അങ്ങ് താഴോട്ടും പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം അങ്ങനെ ചെയ്യാനുണ്ട്. മേളിൽ ഉപ്പ് നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ കുടയാനും. അപ്പോൾ നമ്മളിത് അടച്ച് ഒരു ദിവസം വെക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഒരു ദിവസം കഴിഞ്ഞ് നമ്മളിന്ന് അച്ചാറിടാനായിട്ട് എടുക്കുകയാണ്. കണ്ടില്ലേ, വെള്ളം വളരെ കുറവാണ് ഇതിന്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മാംസം കൂടുതലുള്ള മാങ്ങയാണ്, വെള്ളം വളരെ കുറവാണ്. നമ്മളിനി ഈ വെള്ളം ഊറ്റിയെടുക്കണം. വെള്ളത്തിനകത്താണ് നമ്മളിത് പാകം ചെയ്യാൻ. ഇതുപോലെ വിസ്താരമുള്ളൊരു പാത്രം വേണം എടുക്കാനായിട്ട്. ആ വെള്ളം ഊറ്റിയെടുത്ത് നമുക്ക് പാകപ്പെടുക. അപ്പോൾ നമ്മൾ കഴുകി ഉണക്കിയ സ്ട്രെയിനറാണത്. അതിനകത്ത് നമ്മൾ ഈ മാങ്ങ ഇട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണക്കിയതാണ്. നമ്മുടെ ചൂടുവെള്ളത്തിൽ നമ്മുടെ കൈ കഴുകിയാൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വാർത്തെടുത്തു. നമ്മൾ വേറൊരു പാത്രത്തിൽ വെച്ച് വേണം, കുറച്ച് വെള്ളം കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ചാറ്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ മുളക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ മുളക് തന്നെ എടുത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞുള്ള ചടമുളകാണ്. ഇതിനി നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ചേർക്കാനായിട്ടൊരു 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ തന്നെ ഉലുവായി, അതായത് 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. അതും എടുത്ത് നമ്മളിനി മുളക് ഒന്ന് ചൂടാക്കണം. അപ്പോൾ ചൂടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചട്ടി കത്തിക്കുന്നതിന് മുമ്പേ വേണം നമ്മൾ ഈ മുളക് ഇട്ട് കൊടുക്കാൻ. കാരണം ഈ ചട്ടി ചൂടാകുന്നതനുസരിച്ച് നമ്മുടെ മുളകും ചൂടാകണം. അല്ലെങ്കിൽ ചട്ടി ചൂടായതിലേക്ക് നമ്മൾ മുളക് ഇട്ടാൽ മുളക് കരിഞ്ഞു പോകും. പിന്നെ 1.5 ടീസ്പൂൺ നമ്മൾ കായപ്പൊടിയും കൂടെ ചേർത്ത് ഇതിങ്ങി മുളക് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. വറക്കുമല്ല, മൂപ്പിക്കത്തേ ഉള്ള അതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പിന്നെ നമ്മൾ ഈ പാൻ ടിഷ്യൂ പേപ്പർ തുടച്ചിട്ടാണ് നമ്മളിതിലേക്ക് നമ്മുടെ ഉലുവായി വറുത്തെടുക്കുക. നല്ല പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത് വരെ അങ്ങനെയാണ് മൂക്കുന്നത്. അല്ലെങ്കിൽ കരിയരുത് കേട്ടോ. അങ്ങനെ മൂത്തിട്ടുണ്ട്. അതിനുശേഷം മാറ്റിയതിന് ശേഷം നമ്മൾ കടുകും ഇതേ രീതിയിൽ പൊട്ടുന്ന പരുവാകുമ്പോൾ നമ്മളിങ്ങി ഇറക്കാം.
ഇനി നമ്മൾ ആദ്യം നമ്മുടെ ഉലുവ ഇട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം രണ്ടാമത് കടുവും കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്യാൻ. ആദ്യം പൊടി എഴുത് തരിതരിപ്പോട് കൂടി ആകാവുള്ളൂ. കാരണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ വെള്ളം, മാങ്ങയുടെ ആ വെള്ളത്തിലോട്ട് നമ്മൾ മൂപ്പിച്ച മുളക് പൊടി അങ്ങ് ഇട്ട് ചേർത്ത് കൊടുത്തു. 2.5 ടേബിൾ സ്പൂണാണ്, അത് മതി 1 കിലോ കണക്കാക്കിയുള്ള മാങ്ങയ്ക്ക്. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ ഉലുവായും കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മാങ്ങായും ഇട്ട് കൊടുത്ത് കൂട്ടി ഇളക്കുവാണ് എല്ലായിടവും. കാരണം വെള്ളമായ ഒട്ടുകയില്ല, നമ്മുടെ സ്പൂണിലുമില്ല, കയ്യിലുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മളിത് കൂട്ടി നന്നായിട്ട് ഇളക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ സ്ട്രെയിനറിനകത്ത് വെച്ചപ്പോൾ അതിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതുകൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടാൻ വിട്ടു, അപ്പോൾ 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് കൂട്ടി ഇളക്കുവാണ് കേട്ടോ. കൂട്ടി ഇളക്കി വീണ്ടും കൂട്ടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂട്ടി ഇളക്കിയെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. ഇനി നമ്മളിത് കേടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്തൊരു സാധനം ചേർക്കുന്നുണ്ട്, നല്ലെണ്ണ. സാധാരണ എല്ലാവരും നല്ലെണ്ണ ഇതിൻ്റെ പുറത്ത് തുണിക്കകത്ത് മുക്കിയിടത്തേ ഉള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതിന് ഞാൻ 150 ഗ്രാം എണ്ണ നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ഈ അച്ചാർ ഒരിക്കലും കേടാവില്ല. നമ്മൾ ഇത് കണ്ടില്ലേ, ഇത് തിളച്ചു എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മളുടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് തുണിയൊക്കെ ഈ എണ്ണയ്ക്കകത്ത് മുക്കി വാഴയിലൊക്കെ മുക്കി അങ്ങനെ ഇട്ടാൽ അതൊരു പ്രാക്ടിക്കലല്ല. കാരണം നമ്മൾ ഈ അച്ചാർ എടുക്കാൻ വേണ്ടി അത് എടുത്തിട്ട് പിന്നെ മാറ്റി വെച്ചിട്ട് പിന്നെ ഇത് തന്നെ എടുത്തിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു റിസ്ക്കും ഇല്ല. ഈ എണ്ണയ്ക്കകത്ത് ഇത് വലിയ കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും, ഫംഗസും ഒന്നും വരില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെല്ലായിടവും കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ എണ്ണ താണ്ട് ഇങ്ങനെ കൂട്ടിപ്പരട്ടി മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ മക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസ് വാനിലാണ് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത്. കണ്ടില്ലേ, ഉണക്കി എല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ഇതിലേക്കാണ് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളങ്ങോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുത്തി ഇതിന് ഉള്ളിൽ ഇടയ്ക്ക് സ്പേസ് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് വെക്കാൻ. സ്പേസ് ഉണ്ടെങ്കിൽ എയർ അവിടെ തങ്ങി നിന്നിട്ട് ഫംഗസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ കുത്തി നിറച്ച് വേണം വെക്കാൻ. പിന്നെ നമ്മൾ അച്ചാറൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സ്പൂണൊക്കെ ഫ്ലെയിമിൽ, അതായത് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അച്ചാറെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ അച്ചാർ കേടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിച്ചില്ലെങ്കിലും പെട്ടെന്ന് നമ്മുടെ അച്ചാർ കേടാവും. അതുകൊണ്ട് ഇതേ രീതിയിൽ കുത്തി നിറച്ച് നമ്മുടെ അച്ചാറിൽ അതിനകത്ത് അതുപോലെ ഈ കുപ്പി ആയതുകൊണ്ട് അകത്തോട്ടുള്ള അടപ്പായതുകൊണ്ട് നമ്മൾ ആ വരയ്ക്ക് അതിൻ്റെ കഴുത്തിന് താഴെ നിൽക്കത്തക്ക രീതിയിലാണ് ഞാനിത് ഉമ്മക്കി വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്ന മക്കളെ കണ്ട് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഇനേബിൾ ചെയ്യണം കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.